വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാദമി. ഞാനിന്ന് വന്നിരിക്കുന്നത് 2024 നവംബറിൽ എക്സാം കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി 2-ന്റെ ജനറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ് രാസമാറ്റത്തിലേക്ക് നയിക്കാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ലീഡ് ടു കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ചിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു പദാർത്ഥം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ ചേഞ്ച് ആണ്, ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. അവിടെ ഫോം ചെയ്യുന്ന പുതിയ ഒരു സബ്സ്റ്റൻസിനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത്തരം മാറ്റങ്ങളെയാണ് നമ്മൾ രാസമാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ഓപ്ഷൻ? ഒരു കഷ്ണം പേപ്പർ കത്തിക്കുന്നത്. പേപ്പർ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ പേപ്പർ ചാരമായിട്ട് മാറി കാർബൺ ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും അല്ലെ? ആ ഒരു പ്രോസസ്സ് എന്ത് മാറ്റാണ് അവിടെ സംഭവിക്കുന്നത്? രാസമാറ്റാണ്. തിരിച്ചതിനെ പേപ്പർ ആക്കി മാറ്റാൻ സാധിക്കില്ല. അപ്പൊ അവിടെ നടക്കുന്നത് ഒരു രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി തണുത്ത ജലത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം സോഡിയം ചേർക്കുന്നത്. വെള്ളത്തിലേക്ക് സോഡിയം ചേർത്താൽ എന്താ സംഭവിക്കുക? സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും പുറത്തേക്ക് വരും. ഈ ഒരു പ്രോസസ്സും ഈ ഒരു റിയാക്ഷനും എന്ത് തന്നെയാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, രാസമാറ്റമാണ് അവിടെയും സംഭവിക്കുന്നത്. അല്പം കോപ്പർ ഗോൾഡിൽ കലർത്തുന്നത്. കോപ്പറും ഗോൾഡും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അലോയ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. കോപ്പറും ഗോൾഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല? പുതിയൊരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. അപ്പൊ അവിടെ എന്ത് നടക്കുന്നില്ല? ഒരു രാസമാറ്റം നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മിക്സിംഗ് എ ലിറ്റിൽ കോപ്പർ വിത്ത് ഗോൾഡ്. നമുക്ക് നാലാമത്തെ ഓപ്ഷനും കൂടെ നോക്കാം. നേർപ്പിച്ച HCl ലായനിയിലേക്ക് ഒരു കഷ്ണം സിങ്ക് ചേർക്കുന്നു. നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുക? സിങ്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിടും. ഇവിടെയും നടക്കുന്നത് ഒരു രാസമാറ്റമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? മിക്സിംഗ് എ ലിറ്റിൽ കോപ്പർ വിത്ത് ഗോൾഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. അവ അപഗ്രന്ഥിച്ച് തുടർന്ന് നൽകിയിട്ടുള്ളതിൽ നിന്ന് ശരിയായതിനെ തിരഞ്ഞെടുക്കുക. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി വായിച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്താണ് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്? വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉരുക്കിനേക്കാൾ കൂടുതൽ ഉചിതമായത് പച്ചിരുമ്പാണ്. സോഫ്റ്റ് അയൺ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ഇലക്ട്രോ മാഗ്നറ്റ് ദാൻ സ്റ്റീൽ. പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ ഉയർന്ന വശകതയും ഉയർന്ന റീറ്റന്റിവിറ്റിയും ഉണ്ട്. എന്താണ് വൈദ്യുത കാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുതി കൊടുത്തിട്ട് വൈദ്യുതിയുടെ പ്രസൻസിൽ അതിനെ എന്താക്കി മാറ്റാൻ പറ്റും? കാന്തങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകത? വൈദ്യുത കാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് അത് ആ കറണ്ട് കൊടുക്കുന്ന, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന മൊമെന്റിൽ അത് എന്തായി മാറണം? കാന്തമായി മാറുകയും വേണം. ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് ഓഫ് ചെയ്യുന്ന അതേ മൊമെന്റിൽ അതിന്റെ കാന്തശക്തി പോവുകയും വേണം. അത് മാഗ്നറ്റൈസ്, കറണ്ട് കൊടുക്കുന്ന ടൈമിൽ മാഗ്നറ്റൈസ് ചെയ്യുകയും വേണം. കറണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും വേണം. ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇത്തരം വസ്തുക്കളുടെ സസെപ്റ്റബിലിറ്റി ഹയർ ആയിരിക്കും. ഇത്തരം വസ്തുക്കളുടെ സസെപ്റ്റബിലിറ്റി എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഉയർന്ന വശകത ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ അതിന്റെ റീറ്റന്റിവിറ്റി വളരെ കുറവായിരിക്കണം. അപ്പോൾ കുറഞ്ഞ റീറ്റന്റിവിറ്റിയും ഉയർന്ന വശകതയും, കുറഞ്ഞ റീറ്റന്റിവിറ്റിയും ഹയർ സസെപ്റ്റബിലിറ്റിയും ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉരുക്കിനേക്കാൾ കൂടുതൽ ഉചിതമായത് പച്ചിരുമ്പാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോഫ്റ്റ് അയൺ ആണ് നമ്മൾ സ്റ്റീലിനെക്കാട്ടും ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ ചൂസ് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ് അയൺ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ് അയണിന്റെ സസെപ്റ്റബിലിറ്റി കൂടുതലായിരിക്കണം, റീറ്റന്റിവിറ്റി കുറവുമായിരിക്കണം. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പച്ചിരുമ്പിന് ഉരുക്കിനേക്കാൾ ഉയർന്ന വശകതയും. അത് ശരിയാണ്. ഉയർന്ന റീറ്റന്റിവിറ്റിയും ഉണ്ട്. ഉയർന്ന റീറ്റന്റിവിറ്റി അല്ല വേണ്ടത്, കുറഞ്ഞ റീറ്റന്റിവിറ്റി ആണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. 1 ശരിയാണ്, 2 ശരിയല്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ?
ശരിയായ പ്രസ്താവന തിരിച്ചറിയുക. ചലനം, സംവഹനം, വികിരണം എന്നിവയ്ക്ക് മാധ്യമത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല. ഇവിടെ പറയുന്നത് ചാലനം, സംവഹനം, വികിരണം. എന്താണ് ചാലനം, സംവഹനം, വികിരണം? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. താപം കൈമാറ്റം ചെയ്യാനുള്ള മാർഗങ്ങളാണ് അല്ലെ ഇതെല്ലാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? കണ്ടക്ഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്തിട്ട് കൊളീഷൻ വഴിയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അവിടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല? മോളിക്യൂൾസിന് ആക്ച്വൽ മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. ഇനി കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനത്തിൽ എന്താ സംഭവിക്കുക? ഫ്ലൂയിഡ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ മോളിക്യൂൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് വഴിയാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇനി വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് ആണ് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ട്രാവൽ ചെയ്യാൻ എന്താ ആവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. അപ്പോ കണ്ടക്ഷനും കൺവെക്ഷനും, ചാലനത്തിനും സംവഹനത്തിനും ഒരു മാധ്യമം ആവശ്യമാണ്. വികിരണത്തിന് എന്താ ആവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. ഇനി കണ്ടക്ഷനില് മോളിക്യൂൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് നടക്കുന്നില്ല, പക്ഷേ കൺവെക്ഷനിലോ മോളിക്യൂൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ചാലനം, സംവഹനം, വികിരണം എന്നിവയ്ക്ക് മാധ്യമത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല. ഇതില് ചാലനത്തിനും സംവഹനത്തിനും, കണ്ടക്ഷനും കൺവെക്ഷനും എന്ത് ആവശ്യമുണ്ട്? മാധ്യമം ആവശ്യമുണ്ട്. ഒരു മീഡിയത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടക്ഷനും കൺവെക്ഷനും നടക്കുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. വികിരണത്തിന് തന്മാത്രകളുടെ സാന്നിധ്യമോ ചലനമോ ആവശ്യമില്ല. അത് ശരിയാണ് അല്ലെ. റേഡിയേഷന് മീഡിയത്തിന്റെ ആവശ്യമില്ല, അതുപോലെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റും ആവശ്യമില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയായ ഓപ്ഷൻ. നമുക്ക് മൂന്നാമത്തതും നാലാമത്തതും നോക്കാം. ചാലനം നടക്കുമ്പോൾ മാധ്യമത്തിലെ തന്മാത്രകൾക്ക് സ്ഥാനാന്തര ചലനം നടക്കുന്നു. ചാലനത്തിൽ മോളിക്യൂൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല, വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി അടുത്തത്, സംവഹനത്തിൽ തന്മാത്രകളുടെ സ്ഥാനാന്തര ചലനം ആവശ്യമില്ല. സംവഹനം നടക്കുന്നത് എങ്ങനെയാ? മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് വഴിയാണ്. അപ്പൊ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്ഷനും ശരിയാണ്. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിയായത് തിരിച്ചറിയുക എന്നാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഒന്ന് രണ്ട് തുള്ളി മീഥൈൽ ഓറഞ്ച് സോപ്പ് ലായനിയിൽ ചേർക്കുമ്പോൾ ലായനിയുടെ നിറം മഞ്ഞയാകുന്നതിന്റെ കാരണം അതിന്റെ pH ഡാഷ് ആയതിനാലാണ്. ഓറഞ്ച് ഈസ് ആഡഡ് ടു മീഥൈൽ ഓറഞ്ച് ആണ് കേട്ടോ. ഓറഞ്ച് അല്ല, മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ച് ഈസ് ആഡഡ് ടു സോപ്പ് സൊല്യൂഷൻ. ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കം യെല്ലോ ബിക്കോസ് pH ഓഫ് ദ സൊല്യൂഷൻ ഈസ്. എന്താണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മീഥൈൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു pH ഇൻഡിക്കേറ്റർ ആണ്. ഇവിടെ മീഥൈൽ ഉണ്ട്. മീഥൈൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു pH ഇൻഡിക്കേറ്റർ ആണ്. അത് അസിഡിക് സൊല്യൂഷനിൽ ഒരു കളറും ബേസിക് സൊല്യൂഷനിൽ വേറൊരു കളറുമാണ് കാണിക്കുക. അസിഡിക് സൊല്യൂഷനിൽ ഇത് റെഡ് കളർ കാണിക്കും. ബേസിക് സൊല്യൂഷനിൽ ഇത് യെല്ലോ കളറും കാണിക്കും. എന്താണ് അസിഡിക് സൊല്യൂഷന്റെ pH? എന്താണ് ബേസിക് സൊല്യൂഷന്റെ pH? 7 ആണ് അല്ലേ നമ്മുടെ ന്യൂട്രൽ pH. 7ന് താഴേക്ക് pH ഉള്ള സൊല്യൂഷൻസ് എല്ലാം അസിഡിക് ആണ്. 7ല് മേലേക്ക് pH ഉള്ള സൊല്യൂഷൻസ് എല്ലാം എന്താണ്? ബേസിക് ആണ്. അപ്പൊ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തപ്പോ നമ്മുടെ സൊല്യൂഷൻ ഏത് കളർ ആയി എന്നാ പറഞ്ഞ? യെല്ലോ കളർ ആയി എന്നാണ് പറഞ്ഞത്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് സൊല്യൂഷൻ ആണ്. സോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് സൊല്യൂഷൻ ആണ്. അപ്പൊ സോപ്പ് സൊല്യൂഷൻ ബേസിക് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ pH എന്തായിരിക്കും? 7നേക്കാൾ കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 7. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ് ഒരു വസ്തുവിന്റെ ഭാരത്തിന്റെ യൂണിറ്റിന് സമാനമായ യൂണിറ്റ് ഉള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് ദ വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ. എർത്തിലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കുന്നത് ആക്ച്വലി എന്താണ്? ബലമാണ്. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്? ബലത്തിന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫോഴ്സ് അല്ലെങ്കിൽ ബലം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മഴവില്ലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ വിശദീകരണം ഏത്? വാട്ട് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ? എങ്ങനെയാണ് റെയിൻബോ ഉണ്ടാവുന്നത്? ലൈറ്റ് വെള്ളത്തുള്ളികളിലേക്ക് കടക്കുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. 2 തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. എത്ര തവണ? 2 തവണ റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ആദ്യം ഒരു തവണ റിഫ്രാക്ഷൻ സംഭവിക്കും, അതിനുശേഷം അതിന് ഇന്റേണൽ റിഫ്ലക്ഷൻ, ആന്തരിക പ്രതിഫലനം സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു റിഫ്രാക്ഷനും കൂടെ സംഭവിക്കും. അപ്പൊ 2 റിഫ്രാക്ഷനും ഒരു ആന്തരിക പ്രതിഫലനവും എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഡിസ്പേർഷനും, ഈ 3 പ്രോസസ്സാണ് ഓർത്ത് വെക്കേണ്ടത്. ഏതൊക്കെയാണ്? റിഫ്രാക്ഷൻ എത്ര തവണ? 2 തവണ. 2 തവണ റിഫ്രാക്ഷൻ, അതുപോലെ ഇന്റേണൽ റിഫ്ലക്ഷൻ ആന്തരിക പ്രതിഫലനം, മൂന്നാമത്തത് ഡിസ്പേർഷൻ. ഈ 3 പ്രോസസ്സും സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? മഴവിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിലൂടെയുള്ള സൂര്യപ്രകാശത്തിന്റെ റിഫ്രാക്ഷനും തുടർന്നുള്ള ആന്തരിക പ്രതിഫലനവും പ്രകീർണനവും. റിഫ്രാക്ഷൻ ഓഫ് സൺലൈറ്റ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ എയർ ഫോളോഡ് ബൈ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കടൽ കാറ്റുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ റിലേറ്റഡ് ടു സീ ബ്രീസ്. സീ ബ്രീസുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് സീ ബ്രീസ്? അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് നോക്കാം. കരയ്ക്കും കടലിനും താപം ആഗിരണം ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. കടലിനും കരയ്ക്കും, ലാൻഡിനും സീക്കും താപത്തിന് ആഗിരണം ചെയ്യാൻ സാധിക്കും അല്ലെ? പക്ഷെ ഈ രണ്ടിനും താപത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. അതിനൊരു പ്രത്യേക പേര് പറയും. എന്താണെന്നറിയോ? വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്. ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത കുറവാണ്. സീയുടെ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. ഇനി താപധാരിത കൂടുതലാണെങ്കിൽ പതുക്കെ അത് എന്ത് ചെയ്യുള്ളൂ? ചൂടാവുള്ളൂ. താപധാരിത കൂടുതൽ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിശിഷ്ട താപധാരിത കൂടുതലാണെങ്കിൽ പതുക്കെ ആ പദാർത്ഥം എന്ത് ചെയ്യുള്ളൂ? ചൂടാവുള്ളൂ. സിയുടെ വിശിഷ്ട താപധാരിത കൂടുതലായതുകൊണ്ട് തന്നെ സി എന്ത് ചെയ്യും? കടൽ എന്ത് ചെയ്യും? പതുക്കെ എന്താവുള്ളൂ? ചൂടാവുള്ളൂ. ഇനി ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത കുറവായതുകൊണ്ട് തന്നെ ലാൻഡ് എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവും. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. കരയ്ക്കും കടലിനും താപം ആഗിരണം ചെയ്യാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ഈ ഓപ്ഷൻ ശരിയാണ്. പകൽ സമയം കര സാവധാനത്തിലാണ് ചൂടാകുന്നത്. ശരിയാണോ? നമുക്കറിയാം കരയുടെ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കുറവാണ്. എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? കടലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കടലിനെക്കാട്ടും വേഗത്തിൽ ചൂടാവുന്ന ആൾ ആരാണ്? കരയാണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, കടൽ ജലം പകൽ സമയത്ത് സാവധാനമാണ് ചൂടാകുന്നത്. കടലിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ വിശിഷ്ട താപധാരിത കൂടുതലാണ്, അപ്പൊ അത് പതുക്കെ ചൂടാവുള്ളൂ. അപ്പോ ഓപ്ഷൻ സി എന്താണ്? ശരിയാണ്. കടലിൽ നിന്ന് കരയിലേക്കുള്ള വായു പ്രവാഹമാണ് കടൽക്കാറ്റ്. ഇതും ശരിയാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മറ്റൊരു വസ്തുവിലെ ചാർജിന്റെ സാന്നിധ്യം മൂലം ഒരു വസ്തുവിലെ ചാർജുകൾക്കുണ്ടാകുന്ന പുനഃക്രമീകരണത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. The redistribution of charges in a body as a result of the presence of another charged body is called. ഇതിന്റെ ആൻസർ ഇൻഡക്ഷൻ ആണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ഇവിടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡിയിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിന്റെ അടുത്ത് നമ്മൾ ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുവച്ചു. ഞാൻ സപ്പോസ് ഒരു പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ ഒരു ബോഡിയിലുള്ള നെഗറ്റീവ് ചാർജുകൾ അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡിസോർഡർ ആയി കിടന്നിരുന്ന ഈ ചാർജുകളൊക്കെ ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജുകളുടെ അടുത്ത് എന്ത് വരും? ഒരു നെഗറ്റീവ് ചാർജ് വരും.
അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു ചാർജ് ബോഡിയുടെ പ്രസൻസിൽ ഈ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജുകൾ എന്ത് ചെയ്യാണ് ചെയ്തത്? ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഇൻഡക്ഷൻ ആണ് ആൻസർ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് എല്ലായ്പ്പോഴും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത്. ഈ ഒരു പ്രസ്താവന ശരിയാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു തവണ കറങ്ങുന്നത് പൂർത്തിയാക്കാൻ 27 ദിവസം എടുക്കും. ഇതും ശരിയാണ്. അടുത്തത്, ചന്ദ്രൻ അതിന്റെ അക്ഷത്തിന് ചുറ്റും ഒരു തവണ കറങ്ങാൻ 27 ദിവസം എടുക്കും. ഇതും ശരിയാണ്. അടുത്ത ഓപ്ഷൻ, ചന്ദ്രൻ അതിന്റെ അക്ഷത്തിന് ചുറ്റും കറങ്ങുന്നതിന് 24 മണിക്കൂർ എടുക്കും. ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായതിനെ കണ്ടെത്തുക. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് തന്നിട്ടുണ്ട്, പാർസെക് തന്നിട്ടുണ്ട്, പ്രകാശവർഷം തന്നിട്ടുണ്ട്, അർത്ഥായുസ് തന്നിട്ടുണ്ട്. ഇതില് അസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കും ലൈറ്റ് ഇയറും എന്തിന്റെ യൂണിറ്റ് ആണ്? നമ്മുടെ ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ, നീളത്തിന്റെ യൂണിറ്റുകളാണ് ഏത്? അസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കും ലൈറ്റ് ഇയറും. നമ്മൾ അസ്ട്രോണമി റിലേറ്റഡ് വലിയ ദൂരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഏത്? അസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കും ലൈറ്റ് ഇയറും. ഇതിൽ ഹാഫ് ലൈഫ് പീരീഡ് അല്ലെങ്കിൽ അർത്ഥായുസ് എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്. അത് എന്തിന്റെ യൂണിറ്റ് അല്ല, അതൊരു നീളത്തിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് അല്ല. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, ഹാഫ് ലൈഫ് പീരീഡ് അല്ലെങ്കിൽ അർത്ഥായുസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രങ്ങളിൽ ഒരു വാഹനം പിയിൽ നിന്ന് ആറിലേക്ക് ക്യൂവിലൂടെ യാത്ര ചെയ്യുന്നത് സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. എന്തൊക്കെയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്? ചിത്രം 1 പ്രകാരം യാത്ര ചെയ്ത ദൂരം ഇസ് ഈക്വൽ ടു ചിത്രം 2 പ്രകാരം യാത്ര ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ ചിത്രം 1 ആൾ യാത്ര ചെയ്ത ദൂരവും ചിത്രം 2 അയാൾ യാത്ര ചെയ്ത ദൂരവും സെയിം ആണ്. രണ്ടാമത്തത്, ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ലെസ് ദാൻ ചിത്രം 2 പ്രകാരമുള്ള സ്ഥാനാന്തരം. ഇതിലുള്ള സ്ഥാനാന്തരം ഇതിനെക്കാട്ടും കുറവാണെന്നാണ് രണ്ടാമത്തത്. അടുത്തത്, ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ഈക്വൽ ടു ചിത്രം 2 പ്രകാരമുള്ള സ്ഥാനാന്തരം. ഈ 2 കേസിലെയും സ്ഥാനാന്തരം തുല്യമാണ്. മൂന്നാമത്തത്, മുകളിൽ പറഞ്ഞവയൊന്നും ശരിയല്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതില് ഒരാള് പിയിൽ നിന്ന് ആറിലേക്ക് ക്യൂ വഴി സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ദൂരം 80 മീറ്റർ, ഇങ്ങോട്ടുള്ള ദൂരം 40 മീറ്റർ. ഇവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഇവിടെയും ഒരാള് പിയിൽ നിന്ന് ക്യൂ വഴി ആറിൽ എത്തിയിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മീറ്ററും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്ററുമാണ്. നമുക്ക് രണ്ട് കേസിലെയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം. അപ്പോ ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്നും ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എസ് എന്നുമുള്ള ലെറ്റർ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇവിടത്തെയും ഡിയും എസും, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? ഒരാള് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിച്ച ആകെ ദൂരമാണ്, സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇയാള് പിയിൽ നിന്ന് യാത്ര തിരിച്ച് ക്യൂ വഴിയാണ് ആറിൽ എത്തിയത്. അപ്പോ ഇത്രയും ദൂരം ഇങ്ങനെയാണ് സഞ്ചരിച്ചത്. അപ്പൊ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ക്യൂ വരെ എത്താൻ 80 മീറ്റർ, ക്യൂവിൽ നിന്ന് ആറിലേക്ക് എത്താൻ 40 മീറ്റർ. അപ്പൊ 80 + 40 മൊത്തം 120 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ അയാൾ സഞ്ചരിച്ച ദൂരം പിയിൽ നിന്ന് ആറിലേക്ക് എത്താൻ 80 + 40 എത്ര തന്നെയാണ്? 120 മീറ്റർ തന്നെയാണ്. ഇനി ഈ ഒരു കേസിൽ ഇയാൾ സഞ്ചരിച്ച സ്ഥാനാന്തരം എത്രയാണ്? പിയിൽ നിന്ന് 6 വരെ. എന്താണ് സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ? 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇത് സഞ്ചരിച്ച സ്ഥാനാന്തരം എത്രയാണ്? 100 മീറ്റർ. ഇവിടുത്തെ സ്ഥാനാന്തരമോ? ഇവിടുത്തെ സ്ഥാനാന്തരം എത്ര തന്നെയാണ്? പിയിൽ നിന്ന് ആറിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 120 മീറ്റർ തന്നെയാണ്. ഇനി നമ്മളുടെ ഓപ്ഷനിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ഓപ്ഷൻ?
ചിത്രം 1 പ്രകാരം യാത്ര ചെയ്ത ദൂരം is equal to ചിത്രം 2 പ്രകാരം യാത്ര ചെയ്ത ദൂരം. അത് ശരിയാണ് അല്ലെ? അപ്പോ ഈ ഓപ്ഷൻ ശരിയാണ്. രണ്ടിലും യാത്ര ചെയ്ത ദൂരം എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഇനി ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ലെസ് ദാൻ ചിത്രം 2 പ്രകാരമുള്ള സ്ഥാനാന്തരം. അത് ശരിയാണോ? എവിടെയാണ് സ്ഥാനാന്തരം കുറവ്? ചിത്രം 1-ലാണ് സ്ഥാനാന്തരം കുറവ്. ചിത്രം 2-ല് സ്ഥാനാന്തരം കൂടുതലാണ്. അപ്പോ രണ്ടാമത്തെ ഓപ്ഷനും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇനി ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം ഈക്വൽ ടു ചിത്രം 2 പ്രകാരമുള്ള സ്ഥാനാന്തരം. രണ്ടിലും സ്ഥാനാന്തരം വ്യത്യസ്തമല്ലേ? അപ്പോ ഇത് തെറ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ്? ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Mg+2HCl give MgCl2+H2+ heat. പ്രതിപ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയായത്. ഇതൊരു താപശോഷക പ്രവർത്തനമാണ്, ഇതൊരു ഊർജ ശോഷക പ്രവർത്തനമാണ്, ഇതൊരു താപമോചക പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയില്ല. ഇനി എങ്ങനെയാണ് ഒരു താപശോഷക പ്രവർത്തനവും ഒരു താപമോചക പ്രവർത്തനവും കണ്ടുപിടിക്കുക? ഈ ഹീറ്റ് അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ സൈഡിലാണെങ്കിൽ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ താപമോചക പ്രവർത്തനമായിരിക്കും. ഒന്നുകൂടെ പറയാം, ഈ ഹീറ്റ് വരുന്നത് പ്രൊഡക്റ്റിന്റെ സൈഡിലാണെങ്കിൽ അത് എന്തായിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഹീറ്റിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. ഇനി നേരെ തിരിച്ച് ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനമാണെങ്കിൽ ഈ ഹീറ്റ് റിയാക്റ്റന്റിന്റെ സൈഡിലായിരിക്കും ഉണ്ടാവുക. ഏത് സൈഡിലായിരിക്കും? റിയാക്റ്റന്റിന്റെ സൈഡിൽ. ഇതിന്റെ മീനിങ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ റിലീസ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ആണ്. അതിൽ ഹീറ്റ് എവിടെയായിരിക്കും? പ്രൊഡക്റ്റിന്റെ സൈഡിലായിരിക്കും. എൻഡോതെർമിക് അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നടക്കുന്ന പ്രവർത്തനമാണ്. അതിനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എവിടെയായിരിക്കും? റിയാക്റ്റന്റിന്റെ സൈഡിലായിരിക്കും. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ ആൻസർ എന്താണ്? ഹീറ്റ് ഏത് സൈഡിലാണ് വരുന്നത്? പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്. ഹീറ്റിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു താപമോചക പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇനി 4 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു വസ്തു ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ 10 സെന്റിമീറ്റർ പൊക്കമുള്ള പ്രതിബിംബം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇത് എന്തിന്റെ മുന്നിൽ വെച്ചു? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ വെച്ചു. കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ വെച്ചപ്പോൾ അവിടെ ഉണ്ടായ പ്രതിബിംബം എന്ന് പറയുന്നത് എത്രയാണ്? പ്രതിബിംബത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അവിടുത്തെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. പ്രതിബിംബത്തിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഇതൊരു കോൺകേവ് ദർപ്പണം ആയതുകൊണ്ട് തന്നെ ഇവിടെ നോർമൽ കേസിൽ എപ്പോഴും ഫോം ചെയ്യുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. എന്താ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ഇവിടെ ഒരു കോൺകേവ് ദർപ്പണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നോർമൽ കേസിൽ കോൺകേവ് ദർപ്പണത്തിൽ സ്പെസിഫിക് ആയിട്ട് വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അവിടുത്തെ ഇമേജ് ഫോം ചെയ്തത് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥവും തലകീഴായതുമായ ഇമേജ് ആയിരിക്കും, പ്രതിബിംബമായിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇമേജ് ഇൻവേർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇമേജ് എങ്ങനെയാ ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇങ്ങനെ തല കുത്തനെയാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. തല കുത്തനെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമ്മളൊരു നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്തായിട്ടാണ് എടുക്കേണ്ടത്? നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഇൻവേർട്ടഡ് ഇമേജിന്റെ ഹൈറ്റ് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നിന്ന് താഴേക്ക് പറയുന്ന
ഹൈറ്റിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഇവിടെ എങ്ങനെ വരും? എന്താണ് ഇമേജിന്റെ ഹൈറ്റ്? ഇമേജ് എന്താണ്? ഇൻവേർട്ടഡ് ആണ്. ഇമേജിന്റെ ഹൈറ്റ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവേർട്ടഡ് ആയതുകൊണ്ട് നമ്മൾ -10 എന്ന് എടുക്കണം. -10 ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 4. ആൻസർ എത്രയാ? -2.5 ആണ് ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി വരും. ഇവിടെ നോക്ക്, ഈ എയും ബിയും ഇതിൽ രണ്ടിലും എന്തുണ്ട്? സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് അല്ലേ? അപ്പൊ സെന്റിമീറ്റർ ബൈ സെന്റിമീറ്റർ. ഇവിടെ എന്തായിരിക്കും? ഒരു ഡയമെൻഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി, ഒരു റേഷ്യോ ആണ് അല്ലേ? അപ്പൊ ഇവിടെ യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഈ ഒരു 2 ഓപ്ഷനും എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. കാരണം മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. പിന്നെ ഉള്ളത് ഈ 2 ഓപ്ഷനുമാണ്. ഈ 2 ഓപ്ഷനിൽ -2.5 ആണ് ആൻസർ വരിക. അതിന്റെ കാരണം ഇമേജ് എന്തായിരിക്കും? പ്രതിബിംബം എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, തലകീഴായതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ആണ് ഏറ്റവും നന്നായി അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം. ഡാഷ് ഈസ് ദ മോസ്റ്റ് മാല്യബിൾ മെറ്റൽ. ഏറ്റവും മാല്യബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാ തന്നിരിക്കുന്നതിൽ? ഗോൾഡ് ആണ്. ഗോൾഡിന്റെ സിമ്പിൾ AU ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് അവസ്ഥാ പരിവർത്തനമാണ് ഉത്പതനം എന്ന് അറിയപ്പെടുന്നത്? എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്റ്റ് ഗ്യാസ് ആയി മാറുന്ന പ്രോസസ് ആണ് എന്ത്? സബ്ലിമേഷൻ. ഖരവസ്തുക്കൾ ഡയറക്റ്റ് വാതകമാകുന്ന പ്രോസസ് ആണ് എന്ത്? സബ്ലിമേഷൻ. അപ്പൊ ഏതാ? ഖരം വാതകമാകുന്നത്, സോളിഡ് ടു ഗ്യാസ്. ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 165 kg മാസ് ഉള്ള ഒരു വസ്തു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നു. ഓക്കെ, 5 സെക്കൻഡ് കൊണ്ട് അത് നിലത്ത് തട്ടുന്നു. നിലത്ത് തട്ടുമ്പോൾ അതിന്റെ പ്രവേഗം 50 m/s ആണെങ്കിൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ത്വരണം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ 165 kg മാസ് ഉള്ള ഒരു വസ്തു ഉണ്ട്. അത് എന്ത് ചെയ്തു? അതൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. എത്ര സെക്കൻഡ് കൊണ്ടാണ് അത് താഴെ എത്തിയത്? 5 സെക്കൻഡ് കൊണ്ടാണ് താഴെ എത്തിയത്. താഴെ എത്തുമ്പോൾ ഉണ്ടായ അതിന്റെ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 50 m/s ആണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ത്വരണമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? v - u/t ആണ്. ഇതിൽ v എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗമാണ്. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത സമയവും. ഇവിടെ എന്താണ് അന്ത്യപ്രവേഗം? അന്ത്യപ്രവേഗം ഒരു ഒബ്ജക്റ്റ് മേലെ നിന്ന് താഴേക്ക് വീഴുന്നു. അത് ആ താഴെ തട്ടുമ്പോഴുള്ള പ്രവേഗമാണ് അതിന്റെ അന്ത്യപ്രവേഗം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 m/s ആണ്. ഇനി എന്താണ് ആദ്യ പ്രവേഗം? ഇത് ഇവിടെ ആ ജേണിയെ താഴേക്ക് ഇടുമ്പോൾ ആ മൊമെന്റിലുള്ള വെലോസിറ്റിയാണ്. ആ സമയത്ത് അതിന് എന്തില്ല? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമില്ല. അപ്പൊ അതിന്റെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v എന്ന് പറഞ്ഞാൽ 50 - 0 ഡിവൈഡഡ് ബൈ 5. ആൻസർ എത്ര വരും? 10 m/s². 10 m/s². അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 10 m/s². ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ ഓഡിബിൾ റേഞ്ച്, നമുക്ക് കേൾക്കാൻ പറ്റിയ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് തൊട്ട് 20 kHz വരെയാണ്. 20 ഹെർട്സ് തൊട്ട് 20 kHz വരെയാണ്. 20 ഹെർട്സിൽ താഴെ ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. എന്താണ് പറയാ? ഇൻഫ്രാസോണിക് സൗണ്ട്. 20 kHz മുകളിൽ ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയും. ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 20 ഹെർട്സിൽ താഴെ ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20 kHz മേലെ ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്നും വിളിക്കും. ഇനി ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ എർത്ത്ക്വേക്സ് ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് ശബ്ദങ്ങളല്ല, ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ്. ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്.
ഇനി വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ കേൾക്കാനും ഉണ്ടാക്കാനും കഴിയും. ശരിയാണ് അല്ലെ? അൾട്രാസോണിക് തരംഗങ്ങൾ സോണാർ എന്ന ഉപകരണത്തിന് ഉപയോഗിക്കുന്നു. സോണാറിൽ ഉപയോഗിക്കുന്നത് ഏതാ? അൾട്രാസോണിക് ശബ്ദങ്ങളാണ്. ഇനി അൾട്രാസോണിക് തരംഗങ്ങൾക്ക് 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തി, 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? 20 കിലോ ഹെർട്സ് ആണ്. അതിൽ കൂടുതൽ ആവൃത്തി ഉണ്ടാവും. അപ്പോ ബിയും സിയും ഡിയും ശരിയാണ്. തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. അപ്പോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലയം ലയിച്ചു ചേർന്നിട്ടുള്ള ലായനിയെ എന്ത് വിളിക്കുന്നു? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിംഗ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് കോൾഡ്. ഒരു സൊല്യൂഷനിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൽ ലയിപ്പിക്കാൻ പറ്റിയ മാക്സിമം സൊല്യൂട്ട് ലയിപ്പിച്ചാൽ അതിന് പറയുന്ന പേര് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ്. എന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ, പൂരിത ലായനി. ഇനി ജലം ഐസായി മാറുമ്പോൾ, ജലം ഐസായി മാറുന്ന സമയത്ത് അതിന്റെ വ്യാപ്തം കൂടും. ജലം ഐസായി മാറുമ്പോൾ വ്യാപ്തം കൂടും. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറഞ്ഞാല് മാസ് ബൈ വോളിയം ആണ് അല്ലെ? അപ്പൊ മാസിന് എന്ത് വരില്ല? ചേഞ്ച് വരില്ല. പക്ഷെ വോളിയത്തിന് എന്ത് ചെയ്യും? വ്യാപ്തത്തിന് എന്ത് ചെയ്യും? വ്യാപ്തം കൂടും. അപ്പോ മാസിന് ചേഞ്ച് വരാതെ വ്യാപ്തം കൂടുമ്പോൾ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കും? സാന്ദ്രത കുറയും. അപ്പൊ ജലം ഐസായി മാറുന്ന സമയത്ത് വ്യാപ്തം കൂടുകയും ചെയ്യും, അതോടൊപ്പം സാന്ദ്രത കുറയുകയും ചെയ്യും. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരി? മാസ് കുറയുന്നതിനാൽ സാന്ദ്രത കുറയുന്നു. മാസ് കുറയുന്നുണ്ടോ? മാസ് കുറയുന്നില്ല. വ്യാപ്തം കുറയുന്നതിനാൽ സാന്ദ്രത കുറയുന്നു. വ്യാപ്തം കുറയല്ല ചെയ്യുന്നത്, വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. വ്യാപ്തം കൂടുന്നതിനാൽ സാന്ദ്രത കൂടുന്നു. സാന്ദ്രത കൂടുകയല്ല ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. വ്യാപ്തം കൂടുന്നതിനാൽ സാന്ദ്രത കുറയുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡെൻസിറ്റി ഡിക്രീസസ് ബിക്കോസ് വോളിയം ഇൻക്രീസസ്. ഇനി അപ്പോ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ സയൻസ് റിലേറ്റഡ് കേട്ടറ്റ് കാറ്റഗറി 2 ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.